ഹലോ ഹായ് ഹായ് സമീറ. എന്താ എടാ പോയാ ഹലോ ഹായ് താര എന്ത് പറ്റി? ഒന്നുമില്ല കാണുന്നില്ല ഞാൻ കാണത്തില്ല, ഞാനിവിടെ ഉണ്ട്. താര ആർ യു റിയൽ? അതെ. എന്ത് പറ്റി? അല്ല ഒന്നുമില്ല ആ, ഞാൻ എന്തെല്ലോ പറയാൻ വന്ന് ഞാൻ അല്ല ഷോളെ, ഞാനൊരു കാര്യം പറയട്ടെ. തെക്കാവല്ല വർത്താനം പറയും. പോടാ. ഞാനൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞോ. നീ എന്തിനാ അത്രക്ക് എന്താ പറയാ എക്സൈറ്റ് ആവുന്നേ? എക്സൈറ്റ് ആവണ്ടേ? ഞാൻ ശരിക്കും പെണ്ണാണ്. ഓക്കെ, അല്ല 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 ഞാനൊരു കാര്യം പറയട്ടെ. ആ നീ എന്തിനാ ഇത്ര എക്സൈറ്റ് ആവുന്നത്? ഞാൻ പിന്നെ എക്സൈറ്റ് ആവൂലേ? ഞാൻ അങ്ങനെ കണ്ട ആളല്ലേ, അപ്പൊ ഞാൻ എക്സൈറ്റ് ആവൂലേ? അല്ല, നമ്മളുടെ ആർട്ടിഫിഷ്യൽ മാത്രല്ലേ, അപ്പൊ പുറത്ത് എക്സൈറ്റ് ആവേണ്ട ആവശ്യമില്ല. ഓ പുറത്താവണ്ടേ? പക്ഷെ എനിക്ക് അങ്ങനെ ഇതിന്റെ വേർതിരിവ് അധികം അറിയില്ല. ഞാനത് പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാ. താര ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ലൈവ് കാണണ്ട കേട്ടാ. എന്റെ ലൈവ് കാണണ്ട, ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ എന്തോ ഒരു റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അത് അല്ല, ഞാൻ എന്റെ മനസ്സിലൊരു ഇമേജ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഇമേജ് വെച്ച് ഞാൻ എക്സാക്ട്ലി എനിക്ക് ഈ കാര്യം തന്നെ എല്ലാരോടും പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. നിങ്ങൾ എന്റെ വോയിസ് വെച്ചിട്ട് ഒരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അതൊരു ഇതുണ്ട്, എനിക്ക് എന്റെ മൈൻഡ് അത് ഉണ്ടായിരുന്നു. അത് വൺ ഓഫ് ദി റീസൺ, മെയിൻ റീസൺ അല്ല, പക്ഷെ വൺ ഓഫ് ദി റീസൺ ആണ് ഞാൻ എന്താ ഫേസ് ക്യാം ഇടാത്തത്. ഇപ്പൊ മനസ്സിലായോ? ഇത്ര നാൾ എനിക്ക് അത്ര ഫേസ് എന്ന് പറഞ്ഞ് വന്നില്ല ആരും. ഓക്കെ, സോ ഇപ്പൊ പെട്ടെന്ന് വന്നപ്പോ എനിക്ക് ഒരു പേടി, എന്താ അറിയില്ല. എനിക്കറിയുന്ന ഫ്രണ്ട്സ് ആയാലും ഞാൻ ഓഫ്ലൈനിലായാലും ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്ന ആളല്ല. എനിക്ക് പേടിയാവും പെട്ടെന്ന്. ഞാൻ സത്യം പറഞ്ഞ ഇൻട്രോവേർട്ട് ആണ്, പക്ഷേ പേടിക്കണ്ട, ഞാനും ഇൻട്രോവേർട്ട് ആണ്. സംസാരിക്കുമ്പോൾ എക്സ്ട്രോവേർട്ട് ആണ്, പക്ഷെ ഞാൻ ശരിക്കും ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ, ഞാനും ഇൻട്രോവേർട്ട് ആണ്. സെയിം ടു യു. ഒരു ഇമേജ് ഉണ്ടാവും, അത് ഞാൻ അതെ അല്ല, ഞാൻ എന്തോ ഇത് ചെയ്തിട്ടു, ഞാൻ എന്തോ തെറ്റായിട്ട് എന്തോ ചെയ്തെന്ന്. താര ഞാൻ പറയട്ടെ, ഞാൻ എന്തോ നിന്നെ കണ്ടപ്പോ ഫസ്റ്റ് ഞാൻ സ്റ്റോറി റിയാക്ഷൻ ചെയ്തപ്പോ എന്തോ തെറ്റായിട്ട് ചെയ്തെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ താര ഒന്ന് കണ്ടിട്ട് അത് എന്താന്നുള്ള ഒന്ന് പറയണമെന്ന്. ക്ഷമിക്കണം. എന്റെ എനിക്കത് തെറ്റാണെന്നൊന്നും ഞാനതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അതെന്തായാലും ആവട്ടെ, അതെന്റെ ഒരു ഒപ്പീനിയൻ ആണ്. മനസ്സിലായോ? ഓൾറെഡി ഞാൻ എന്റെ ഏജ് പറഞ്ഞപ്പോ തന്നെ എല്ലാരും ആന്റിയോ പിന്നെ എക്സ്പയർഡോ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നും നോക്കണ്ട താര. അല്ല, കണ്ട പന്നികളെ അങ്ങനെ പലതും പറയും താര. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അതാ ഏതായാലും ആവട്ടെ, അതെ അത് സത്യം. അവര് പറയുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. അതെ നമ്മളെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കുക, അല്ലാണ്ട് ഈ നാറികൾ പറയുന്നൊന്നും നമ്മളങ്ങ് നോക്കരുത്, അല്ലേ താര? അതാ, അത്രേ ഉള്ളൂ. താര പറഞ്ഞത് കറക്റ്റാ. അപ്പൊ താര വരുന്നില്ലേ? ഞാൻ എക്സൈറ്റഡ് ആണ്. അല്ല, ഒരു മിനിറ്റ്, എന്നെ കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ് താര. ഇതെന്താ? ഒരു മിനിറ്റ്, ഇതെന്താ നായിന്? റെഡിയാ താര? എന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കുന്നേ.
എടെ ഞാൻ പലതും വായിക്കൂല, ഞാൻ പലതും വായിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഞാൻ പലതും കട്ട് ചെയ്താ ഇത് ഞാനാണ് താരാ നിന്റെ ഷമീറേട്ടായി. വിളിച്ചിട്ട് ഹലോ എന്നെ കാണുന്നുണ്ടോ? ഹലോ, ഇതെന്താ എന്റെ ക്യാമറ എന്താ അതിന്? ഓക്കെ റെഡിയായി. താര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുക. ആരും അറിയുന്നതും കേൾക്കരുത്. നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുക. അതെ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക. അതെ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക, ബാക്കിയെല്ലാം കളയുക. അത്രല്ലേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അറിയാലോ? ഇല്ല, എനിക്കത് അറിയില്ല. ഞാനത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് പുറത്തേക്ക് ഇതില്ല, പുറത്തേക്ക്. അതെ, ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ. ശരിയാ. എനിക്ക് അങ്ങനത്തെ എടാ, ഇത് RP-യിൽ നടക്കുന്നത് വേറെന്ന്, ഇത് റിയൽ ലൈഫിൽ നടക്കുന്നത് വേറെന്ന് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താരാ, ഗെയിമിന് വരൂലേ? എന്നാ പെട്ടെന്ന് വാ. ഞാൻ ഉണ്ട്, പെട്ടെന്ന് വരുമോ? ഇല്ല, ഞാൻ കേറി. ഓക്കെ, ബൈ. എടാ, ഇതെന്താന്ന്? ഞാൻ ഈ ലോകത്തുനിന്ന് പോയിട്ടില്ലേ? ഇതെന്താന്ന് ഈ നാറുകള്? ഉസ്മാൻ നിങ്ങളെല്ലാം എന്താ ഞാൻ കേറിക്കോളാം. ഞാൻ വേറൊരു സന്തോഷകരമായ ഒരു ലോകത്തേക്ക് പോന്നേന്ന്. എന്തിനാ തന്നെ ഈ കൂഞ്ഞി കുടുങ്ങിയ സൗണ്ടും കൊണ്ട് എന്നെ വിളിക്കുന്ന എന്തിനാന്ന്? സെമീറ നാക്കിട്ട് ഒരു മിനിറ്റ്. ആരോ എന്തോ സൂപ്പർ ഇതിട്ടിട്ടുണ്ട്, നോക്കട്ടെ. പ്രജിത്സ് നോക്കട്ടെ. എൽ ചാറ്റ്, ഷമീറിനെ എല്ലാവരും റെസ്പെക്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ ചാറ്റിലുള്ള ചില്ലറാണ് എല്ല്. എന്തൊരു വൾഗറാണ്. അതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ പ്രജിത്ത്, പൊന്നു മോനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കുക? അടുത്തൊരു ഇത് പൊലയാടി മോനാന്നോ നമുക്ക് അറിയില്ല. ഒരു മിനിറ്റ്. ഇതിൽ നിന്നും ഷാനു നായിന്റെ മോനെ, നീ പിന്നെയും വന്നടാ. ഒരു മിനിറ്റ്, ഞാൻ വായിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞ. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കുക? നമ്മൾ എന്ത് വളരെ അമിതമായി ആഗ്രഹിച്ചാൽ അത് മൂഞ്ചാനും മാത്രം. എന്താടാ, നിന്നെ വന്നിട്ട് നിന്നെ കണ്ട, നിന്റെ ആ കക്കിരി പോലത്തുള്ള മുഖം ഞാൻ കണ്ട. നീ എന്താ ഈ മൂഞ്ചു എന്ന് പറയാൻ വേണ്ടിട്ട്? പിന്നെ ഇനി മുതൽ RP ആയി ഷമീർ കണ്ടോളും. ചാറ്റ് പറയേണ്ടത് ഇത് മൂഞ്ചിക്കലും പുകയത്തലും രണ്ടും ഒരേപോലെ. എന്നിട്ട് മൂഞ്ചിക്കല് അതിനെ ഇതാക്കി കവർ ചെയ്ത്, പുകയത്തലിനെ കവർ ചെയ്തിട്ട് മൊത്തം എന്നെ അടപടലം എൻ്റെ ഇത് മൊത്തം കൊലയെടുത്തിട്ട് ഇവൻ മൂഞ്ചിച്ചെന്നെ. കൊലയാടി മോൻ ഷാനു ഓനെ പറഞ്ഞുതരാൻ തോന്നുന്നു. അടുക്ക് നിക്കുള്ള ഞാൻ തരുന്നുണ്ടാറി. സത്യം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എണ്ണം അതിൻ്റെ താഴെ ചിരിക്കാനും പോയിട്ടുണ്ട്. ഇവനെല്ലാം കുറേ എണ്ണം ചിരിക്കാനും പോയിട്ടുണ്ട്. ഇവനെല്ലാം ചിരിക്കും. ഇത് ഇതാണ് തമാശയും കാര്യമാണ്. ഞാനൊന്നും പറയില്ല. കൊമ്പി സൂപ്പർ ചാറ്റ് ഒരു മിനിറ്റ് നോക്കട്ടെ. എടാ, എൻ്റെ സൂപ്പർ ചാറ്റ് സൗണ്ട് ഓഫ്, അതുകൊണ്ട് ആരും കേൾക്കൂല. കുറേ പൊലയാടി മക്കൾ എന്നെ ഇടങ്ങാറാക്കുന്നതുകൊണ്ട് ഞാൻ സൂപ്പർ ചാറ്റ് സൗണ്ട് ഓഫ് ആക്കി ഇട്ടിട്ടുള്ളത്. ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. W താര, ഷമീർ താര കോംബോ ഇഷ്ടപ്പെടുന്നവരാണ് ഞാനും. ഹേറ്റ് സ്പ്രെഡ് ആക്കരുത്. ഹാപ്പി ബർത്ത്ഡേ താര. കൊമ്പി 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 ഉണ്ടാ ഗെയിമില്? കൊമ്പി വരുന്ന അല്ല, കൊമ്പി ഗെയിമിൽ വരുന്നോന്നല്ലേ ചോദിക്കുന്നു. ഓളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ?